കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ രണ്ടാം പതിപ്പിനോടനുബന്ധിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കായിട്ട് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരത്തിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് 6 ടീമുകളാണ്. ആദ്യം ഒന്നുകൂടെ നമുക്ക് ഇവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ആദിത്യൻ ഡി ജി. ഞാൻ എബനേസർ എച്ച്.എസ്. വീട്ടൂർ സ്കൂളിൽ എറണാകുളം ജില്ലയിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. +2 സയൻസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ബിന്യ ബിനു. ഞാൻ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടൂരിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയാണ്. ടീം ബി. എൻ്റെ പേര് നവനീത് കൃഷ്ണ. ഞാൻ NSS HSS മടവൂർ സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് നവനീത് കൃഷ്ണ US. ഞാൻ NSS HSS മടവൂർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ടീം സി. എൻ്റെ പേര് വർഷ MS. എൻ്റെ പേര് അഭിനവ് AS. ഞങ്ങൾ രണ്ടുപേരും GHSS ഏരൂരിൽ പഠിക്കുന്നു. ടീം ഡി. എൻ്റെ പേര് നില റിജു. ഞാൻ ഗവൺമെൻറ് HSS ഇളമ്പയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സാധിക DS. ഞാൻ ഗവൺമെൻറ് HSS ഇളമ്പയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ടീം ഇ. എൻ്റെ പേര് അദ്വൈത് രമേശ്. ഞാൻ കല്ലേടി HSL വിദ്യാർത്ഥിയാണ്, 9ാം ക്ലാസ് വിദ്യാർത്ഥി. എൻ്റെ പേര് അഭിനവ്. ഞാൻ GVHSS അലനല്ലൂരിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ടീം എ. ഞാൻ ആത്മജ M കൃഷ്ണ. കൊല്ലം ക്രിസ്തുരാജ് HSSലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് നന്ദ. ഞാൻ ക്രിസ്തുരാജ് HSSലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു. ഇതിലെ എല്ലാ ചോദ്യങ്ങളും നല്ല എളുപ്പമാണ്, കുറച്ച് ആലോചിച്ച് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നിയമാവലി പറയാം. ഓരോ റൗണ്ടിലും ആകെ 6 റൗണ്ട്, ഓരോ റൗണ്ടിലും 6 ചോദ്യങ്ങൾ. അത് പൗണ്ട്സ് ആൻഡ് ബൗൺസ് ആയിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിന് 10 മാർക്കാണ്. ഇപ്പോൾ ടീം എയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവർ പൗൺസ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവർക്ക് ടീം എയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചാടി പിടിച്ച് 10 മാർക്ക് വാങ്ങിക്കാം. പക്ഷെ അങ്ങനെ വാങ്ങിച്ചാൽ തെറ്റിപ്പോയാൽ അത് -10 പൗൺസ് ചെയ്ത ചോദ്യത്തിന് മാത്രം തെറ്റിപ്പോയാലേ -10 മാർക്കുള്ളൂ. നിങ്ങളുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് ഒന്നിനും അതിന് ആൻസർ തെറ്റിയാലും നെഗറ്റീവ് ഇല്ല. റൗണ്ട് 1 നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ടീം എയോടുള്ളതാണ്. ടീം എയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടീം എ പൗൺസ് ചെയ്യേണ്ട, മറ്റുള്ള ടീമുകൾക്ക് പൗൺസ് ചെയ്യാം. പൗൺസ് ചെയ്യുന്നതിന് മുമ്പേ കാർഡ് ഇത് ഉയർത്തി പൗൺസ് ചെയ്യുന്നു എന്ന് കാണിക്കണം. ഓരോ ഇതിനും 30 സെക്കൻഡാണ് നിങ്ങൾക്ക് പൗൺസ് ചെയ്യാനുള്ളത്. അതിനുശേഷം ഞാൻ വന്ന് ആൻസർ നോക്കും. പൗൺസിങ് ടൈമിന് ശേഷം ഉത്തരം എഴുതാൻ പാടില്ല. അത് പരിശോധിക്കാൻ പുറകിൽ ആളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക. ഒന്നാമത്തെ ചോദ്യം ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ വീഡിയോ കാണാം. എയോടുള്ള ഡയറക്റ്റ് ചോദ്യം. അനുഷ്ഠാന കലാരൂപം ഏതാണ് എന്നുള്ളതാണ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിലെ വളരെ പുരാതനമായ ഒരു അനുഷ്ഠാന കലാരൂപമാണ് നിങ്ങളിവിടെ കണ്ടത്. ടീം എക്ക് ഡയറക്റ്റ് ചോദ്യമാണ്. മറ്റുള്ളവർക്ക് പൗൺസ് ചെയ്യാം. പൗൺസിങ് ടൈം സ്റ്റാർട്ട്സ്. എഴുതിക്കോളൂ. പൗൺസിങ് അവസാനിച്ചു. ടീം ബി 10 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ഇ 10 മാർക്ക്, ടീം ഡി 10 മാർക്ക്. പറഞ്ഞോ. കഥകളി. പറഞ്ഞോളൂ. കഥകളി അല്ല. കേരള നടനം അല്ല. ടീം എക്കും എഫിനും മാർക്കില്ല. ആൻസർ കൂടിയാട്ടമായിരുന്നു നിങ്ങൾ കണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ടീം ബിക്കുള്ളതാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ധാന്യച്ചെടി ഏതാണ്? മില്ലറ്റ്. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ടാണ് UN ആചരിക്കുന്നത്. ഇത് കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു ധാന്യച്ചെടിയാണ്. ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടീം ബിയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പൗൺസ് ചെയ്യാനുള്ള സമയമായി. പൗൺസ് ചെയ്യുന്നവർ പൗൺസ് ചെയ്യാം. ഏത് ടീമും പൗൺസ് ചെയ്യുന്നില്ല.
ആരും ബൗൺസ് ചെയ്യുന്നില്ല. എ ബൗൺസ് ചെയ്യുന്നു. മറ്റാരും ബൗൺസ് ചെയ്യുന്നില്ല. ടീം എ 10 മാർക്ക്. ടീം ബിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെല്ല്. ടീം സി ജോവർ. ജോഹർ. കൂവരക്. കൂവരവല്ല. രാഗി. രാഗിയല്ല. ടീന. ടീന. ടീനയല്ല. നമുക്ക് ഉത്തരം കാണാം. ചാമ അരിയായിരുന്നു. അപ്പോൾ ടീം എക്ക് 10 മാർക്കുണ്ട്. മൂന്നാമത്തെ ചോദ്യം ടീം സിയോടുള്ളതാണ്. ആ ഒരു ചിത്രം കണ്ടല്ലോ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൻ്റെ കവർ പേജാണിത്. പ്രശസ്തമായ ആ പുസ്തകം ഏതാണ്? പൗൺസ് ചെയ്യുന്ന ടീമുകൾ സി ഒഴിച്ച് എല്ലാ ടീമും പൗൺസ് ചെയ്യുന്നു. പൗൺസിങ് ടൈം കഴിഞ്ഞു. ടീം എ 10 മാർക്ക്. ടീം ബി 10 മാർക്ക്. ടീം ഡി 10 മാർക്ക്. ടീം ഇ 10 മാർക്ക്. ടീം എഫ് 10 മാർക്ക്. ഹോർത്തൂസ് മലബാറിക്കസ്. ഉത്തരം ശരിയാണ്. നമുക്ക് ഉത്തരം ഒന്ന് കാണാം. അടുത്ത ചോദ്യം ഒരു വീഡിയോ ചോദ്യമാണ്. ടീം ഡിയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടീം ഡി ഒഴിച്ച് മറ്റുള്ളവർക്ക് പൗൺസ് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോ ശ്രദ്ധിക്കുക. വീഡിയോ പ്ലേ. ഇത് നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉള്ള കളി തന്നെ ആയിരിക്കും. ഈ കളി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചാരത്തിലായി വരുന്ന ഒരു കളിയാണിത്. അത് ടീം ഡിയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മറ്റുള്ളവർക്ക് പൗൺസ് ചെയ്യാം. ടീം എഫ് മാത്രമാണ് പൗൺസ് ചെയ്യുന്നത്. മറ്റു ടീമുകൾ ആരും പൗൺസ് ചെയ്യുന്നില്ല. ടീം എഫ് നെഗറ്റീവ് 10 മാർക്ക്. ടീം ഡിക്ക് ഉത്തരം പറയാം. അറിയില്ല. ടീം ഇ ഫുട്ബോളി. ഫുട്ബോളി അല്ല. ലെഗ് ബോൾ. ലെഗ് ബോൾ. അല്ല. ഫുട്സാൽ. അറിയില്ല. അപ്പം നമുക്ക് ഉത്തരം കണ്ടു നോക്കിയാലോ. സെപക് തക്രോ അല്ലെങ്കിൽ കിക്ക് വോളിബോൾ എന്നാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമായിരുന്നു. നിങ്ങളുടെ സ്കൂളിലെല്ലാം ഇപ്പോൾ ഈ കളി വളരെ വ്യാപകമായിട്ട് കളിക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം കാണാം. അടുത്ത ചോദ്യം ടീം ഇയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗൺസ് ചെയ്യാം. മറ്റു ടീമുകൾക്ക് ചോദ്യം കാണാം. ഇത് കേരളത്തിലുള്ള ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ, ഒരു ഇൻസ്റ്റലേഷനാണിത്. ഈ ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇക്ക്. ബാക്കിയുള്ളവർക്ക് പൗൺസ് ചെയ്യാം. പൗൺസിങ് ടൈമാണ്. ആരും പൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ ടീം ഇക്ക് ഉത്തരം പറയാം. നവഗ്രഹങ്ങൾ. നവഗ്രഹങ്ങളല്ല. ടീം എഫ് പറഞ്ഞു. മൈക്കിൽ പറയണേ. ഏതോ കടലാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികർക്ക് സ്മരണയായിട്ട് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. സ്മരണയൊക്കെയാണ്. ടീം സിക്ക് പറയാം. അറിയില്ല. ടീം ബി അറിയില്ല. ടീം എ മാമാങ്കം. മാമാങ്കം. മാമാങ്കം അല്ല. ടീം ഡി. അപ്പം നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടു നോക്കാം. ഇത് ഒരു മറൈൻ സെമിട്രിയാണ്. ബേപ്പൂർ ബീച്ചിലുള്ളതാണ്. ഇത്രയും ജലജീവികൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിച്ച ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ അവിടെ സ്ഥാപിച്ചു. ആ പ്ലാസ്റ്റിക് കുപ്പികൾ അത്രയും ആ ബീച്ചിൽ നിന്ന് പെറുക്കിയതാണ്.
അവിടുന്ന് പെറുക്കി അവിടെ ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കിയാണ്. ഇനിയും നിങ്ങൾ ഇത്രയും പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ജീവികളൊന്നും വൈകാതെ ഇല്ലാതെയാകും എന്നൊരു ഇതാണ് ഇതിലൂടെ തരുന്നത്. ഇത് കേരളത്തിലുള്ള ഒരു ഇതാണ്. ഇത്തരത്തിൽ ഒന്നേ കേരളത്തിലുള്ളൂ, മറൈൻ സെമിട്രി ആണിത്, ബേപ്പൂർ ബീച്ചിലുള്ള. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടീം എഫിനുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. ടീം എഫിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ പെൺകുട്ടിയെ തിരിച്ചറിയുക. ഈ അടുത്തിടെ വാർത്തയിൽ വളരെ നിറഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയാണ്, മലയാളിയാണ്. അപ്പോൾ പൗൺസ് ചെയ്യുന്ന മറ്റു ടീമുകൾക്ക് പൗൺസ് ചെയ്യാം. ആരും പൗൺസ് ചെയ്യുന്നില്ല. നിത അഞ്ചും ചേലാട്ട്. നിത അഞ്ചും ചേലാട്ടാണ് ഉത്തരം. ശരിയാണ്. ടീം എഫിന് 10 മാർക്ക്. അതാണ്, ഒരു കയ്യടിയൊക്കെ ആവാം. അവർ നല്ല ഉത്തരങ്ങൾ പറയുന്നില്ലേ? നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് കാണേണ്ട കാര്യമില്ലല്ലോ. ഉത്തരങ്ങൾ പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാം തീർച്ചയായും. അടുത്ത് നമുക്ക് അടുത്ത റൗണ്ട്, ആദ്യത്തെ റൗണ്ടിൽ 6 ചോദ്യങ്ങൾ തീർന്നു. അടുത്ത റൗണ്ടും 6 ചോദ്യങ്ങളാണ്. A to F തന്നെയാണ് ടീമിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം, ആദ്യത്തെ ചോദ്യം ടീം എയോടുള്ളതാണ്. റൗണ്ട് 2 ആദ്യത്തെ ചോദ്യം. ഇവർ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിൽ പലരെയും നിങ്ങൾക്കറിയാം. ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ദ കണക്ഷൻ എന്നാണ് ചോദ്യം. പൗൺസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പൗൺസ് ചെയ്യണം. ആരും പൗൺസ് ചെയ്യുന്നില്ല. ഒരു ചെറിയ ക്ലൂ തരാം. ഈ മിഡിലിൽ ഇരിക്കുന്ന ആളെ വെച്ചാണ് കണക്ട് ചെയ്യേണ്ടത്. മിഡിലിൽ ഇരിക്കുന്ന ആളൊരു വോയിസ് ആർട്ടിസ്റ്റാണ്. നീന റോളെ എന്നാണ് അവരുടെ പേര്. അത് വെച്ച് ബാക്കി നിങ്ങൾക്കറിയുന്ന സെലിബ്രിറ്റികളാണെല്ലാം. അപ്പോൾ എന്താണ് എൻ്റെ നടുവിലിരിക്കുന്ന ആളൊരു വോയിസ് ആർട്ടിസ്റ്റാണ്. ആ ലേഡി ഒരു വോയിസ് ആർട്ടിസ്റ്റാണ്. അവരുടെ പേര് നിന റോളെ എന്നാണ്. ഏത് ടീമും പൗൺസ് ചെയ്യുന്നില്ല. ടീം എന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടീം എക്ക് പറയാം. മാം, മണി റിലേറ്റഡ് കോമ്പറ്റീഷൻസിൻ്റെ ലഡ് ചെയ്യുന്ന ആൾക്കാരാണോ? അല്ല. ടീം ബി അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. ഇല്ല. ടീം സി. ഓസ്കാർ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനായാലും ഒരാളെ ഉള്ളായിരുന്നു. വ്യക്തികൾ അല്ല. ടീം ഡി ഇല്ല. ടീം ഇ. ആഗോള കാലാവസ്ഥ ഉച്ചകോടിയുടെ ബ്രാൻഡ് അംബാസിഡർമാർ അല്ല. വളരെ എളുപ്പമായിരുന്നു. ടീം എഫ്. ഇവർ 4 പേരും അഭിനയിച്ചിട്ടുള്ള സിനിമയിൽ ഡബ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അല്ല, അതുമല്ല. അപ്പോൾ ആർക്കും കിട്ടിയില്ല. വളരെ എളുപ്പമായിരുന്നു. ഈ നീന റോളെ എന്നുള്ളതായിരുന്നു അതിൻ്റെ ക്ലൂ. ബാക്കിയുള്ളത് അതുമായി കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നായിരുന്നു ചോദ്യം. നമുക്ക് അപ്പോൾ ഓഡിയൻസിൽ ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം. വളരെ എളുപ്പമാണ്. ഈ പറയുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. എല്ലാവരും ആക്ടേഴ്സും വോയിസും അല്ല. അതാരാണ് ഉത്തരം പറഞ്ഞത്? അവിടെ ഉത്തരം പറഞ്ഞ ഒരാളുണ്ട്. പേരെന്തായിരുന്നു മോനെ? അവിടെ ഒരു മൈക്ക് പ്രൊവൈഡ് ചെയ്യായിരുന്നു. ഉറക്കെ പറ. അവൻ്റെ ഉത്തരവ് ഉറക്കെ പറ. ഇത് ആമസോൺ അലക്സയുടെ വോയിസസ് ആയിരുന്നു ഈ പറയുന്ന എല്ലാവരും. നീന റോളെ എന്നുള്ളത് ബാക്കി എല്ലാം സെലിബ്രിറ്റി വോയിസസ് ആണ്. ഇപ്പോൾ ആമസോൺ ഇനി അത് പ്രൊവൈഡ് ചെയ്യുന്നത് നിർത്തി. ഈ സെപ്റ്റംബർ മുതൽ ഇനി സെലിബ്രിറ്റി വോയിസസ് ആമസോൺ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഹേ അലക്സ എന്ന് വിളിക്കുന്ന പോലെ ഹേ അമിത് ജി എന്ന് വിളിക്കുന്ന ഒരു ശീലം ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. ഇനി അതില്ല. അപ്പോൾ അതായിരുന്നു ഈ ചോദ്യത്തിൻ്റെ ഇത്. ആമസോൺ അലക്സയുടെ പുറകിലെ ശബ്ദങ്ങളായിരുന്നു ഈ പറഞ്ഞത്. അപ്പോൾ അഷ്റഫിന് ഒരു പ്രത്യേക കയ്യടിയുണ്ട് അത് കണ്ടുപിടിച്ചതിന്. ഓക്കെ. അപ്പോൾ ഇനി ചോദ്യം 2 ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ആണ്. ടീം ബിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചു വരാം. വീഡിയോ നന്നായി ശ്രദ്ധിക്കണേ. We are the dreamers, we make it happen, cause we believe it. Look who we are the dreamers, we make it happen, cause we can see it. Here's to the ones that give the... അപ്പോൾ ചോദ്യം ഞാൻ പറയുന്നതിന് മുമ്പേ പൗൺസ് ചെയ്ത ടീമുകളാണ്. ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറി ഗായകനായ ഫഹദ് അൽ ഖുബൈസിയോടൊപ്പം ഈ ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പോപ്പ് ഗായകൻ ആര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പൗൺസ് ചെയ്ത ടീമുകൾ ആരൊക്കെയാണ്? ടീം ഇ, ടീം ഡി, ടീം എഫ് പൗൺസ് ചെയ്യുന്നില്ല. ടീം എ.
ടീം ബിയുടെ ഡയറക്റ്റ് ചോദ്യമായിരുന്നു. അപ്പം ഞാൻ പൗൺസ് ചെയ്തവരെ നോക്കിയിട്ട് വരാം. ടീം എ 10 മാർക്ക്. ഇല്ല. ടീം എ 10 മാർക്ക്. ടീം ഡി 10 മാർക്ക്. കുറച്ചുകൂടെ കറക്റ്റ് ചെയ്ത് എഴുതാൻ പറ്റൂലേ? ആ ഗായകൻ ആരെന്നാണ് ചോദിച്ചത്, ആ ബാൻഡ് ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല. അപ്പോൾ ടീം ഇ -10 മാർക്ക് എഴുതിയില്ല. ടീം ബിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഉത്തരം പറയാം. ടീം ബിക്ക് 10 മാർക്ക്, അത് കണ്ടുപോവാം. ജിമിനല്ല ആൻസർ. ജിമിൻ ആയതുകൊണ്ടല്ലേ പറഞ്ഞത്, ഉത്തരം ജങ്കുക്ക് ആയിരുന്നു. ജിമിന് അതുകൊണ്ടാണ് -10 മാർക്ക് പറഞ്ഞത് കേട്ടോ. ഉത്തരം അത് ജിയോൺ ജങ്കുക്ക്. നിങ്ങൾ നന്നായിട്ട് അറിയും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന BTS ബാൻഡ് അറിയാത്തവരിപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ ധാരണ. അപ്പം അത് നിങ്ങളുടെ ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അവർക്കത് പറ്റിപ്പോയത്. ഒരു ഇത് കണ്ടുപിടിച്ചു. എന്നാലും പോട്ടെ, അടുത്തതിൽ നമുക്ക് മേക്ക് ഓവർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ചോദ്യം 3 അടുത്തത് ടീം സിക്കുള്ളതാണ്. സിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാണാം. ഇത് കണ്ടല്ലോ, ഈ ചിത്രം വരച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലാണ്. 80 വയസ്സുള്ള ഒരു ജാപ്പാനീസ് ചിത്രകാരൻ തൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം മൈക്രോസോഫ്റ്റ് എക്സലാണ്. അപ്പോൾ മൈക്കൽ ആഞ്ചലോ ഓഫ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആരാണ് ആ ചിത്രകാരൻ? ഇപ്പോൾ എക്സലിൽ ഇത്ര മനോഹരമായിട്ട് പ്രകൃതി ദൃശ്യങ്ങളൊക്കെ വരയ്ക്കാൻ കഴിയുന്നുള്ള തന്നെ ഒരു ഇതാണ്. നമ്മളെപ്പോഴും കാൽക്കുലേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന എക്സലിൽ ഇത്ര മനോഹരമായി ചിത്രം വരയ്ക്കുന്ന ആ ജാപ്പാനീസ് ചിത്രകാരൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ടീം സിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. ആരും പൗൺസ് ചെയ്യുന്നില്ല. ടീം സിക്ക് ഉത്തരം പറയാം. ടീം സി ഉത്തരം അറിയില്ല. ടീം ഡി, ടീം ഇ, ടീം എഫ്, ടീം എ സതോഷി നക്കാമോട്ടോ അല്ല. ടീം ബി ഇല്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും, കുട്ടികൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നോ? അപ്പം നമുക്ക് ഉത്തരം കണ്ടു നോക്കാം. ടാറ്റ്സുവോ ഹൊറിയൂച്ചി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം കണ്ടുപിടിച്ച ഒരു തൊഴിലാണ് എക്സലിൽ എങ്ങനെ ചിത്രം വരയ്ക്കാം. അതുവരെ എക്സലിലാണ് പണി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സലിൽ ചിത്രം വരയ്ക്കാനുള്ള ഒരു ഇതും കൂടെ അദ്ദേഹം കണ്ടുപിടിച്ചു. അതാണ് ടാറ്റ്സുവോ ഹൊറിയൂച്ചി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇനി അടുത്ത ആർക്കും സ്കോറില്ല, ആർക്കും മാർക്കില്ല ഈ റൗണ്ടിൽ, ഈ ചോദ്യത്തിൽ. ചോദ്യം 4 ഡിയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗൺസ് ചെയ്യുന്ന മറ്റവർക്ക് പൗൺസ് ചെയ്യാം. ചോദ്യം 4. ഈ അരിയെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഈ അരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിൽ 1 മണിക്കൂർ നേരം ഇട്ട് വെച്ചാൽ മതി, ചോറായി മാറും. മാന്ത്രിക അരിയാണ്, കുക്ക് ചെയ്യേണ്ട. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇതിൻ്റെ ഉറവിടം അസാമിൽ നിന്ന് വന്ന അരിയാണ്. നിലവിൽ ഇത് നമ്മുടെ കേരളത്തിൽ രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാമായ ആലുവയിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ആ ഫാമിൻ്റെ ഫോട്ടോയാണ് അപ്പുറത്ത് കാണിച്ചിട്ടുള്ളത്. ആ അരിയുടെ ഫോട്ടോ ആണ് ഇപ്പുറത്ത് കാണിച്ചിട്ടുള്ളത്. ഈ അരിയുടെ പേരാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മാന്ത്രിക അരിയുടെ പേരെന്താ? അങ്ങനെ ഒരു അരി ഉണ്ടെങ്കിൽ നല്ലതല്ലേ, എളുപ്പമല്ലേ? അപ്പോൾ ആ അരിയുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ചോദ്യം ഡിക്കുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗൺസ് ചെയ്യുന്നത് ആരാണ്? ആരും പൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിക്ക് ഉത്തരം പറയാം. ചോക്കുവാരി അല്ല. ടീം ഇ, ടീം എഫ് ഫോർട്ടിഫൈഡ് അരിയാണോ? അല്ല. ടീം എ മൊളേരി അല്ല. ടീം ബി ഇല്ല. ടീം സി ഇല്ല. അപ്പോൾ ഓഡിയൻസിന് ട്രൈ ചെയ്യാം. പറഞ്ഞോളൂ. കേട്ടില്ല. അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കാണാം. ഈ അരിയുടെ പേര് കുമോൾ സോൾ എന്നാണ്. മജൂലി എന്ന് പറയുന്ന, മജൂലി ഐലൻഡ് ആസാമിലെ അവിടെയാണിത് കൃഷി ചെയ്യുന്നത്. അവിടുത്തെ തദ്ദേശീയ ഇനമാണ്. അപ്പോൾ ഇങ്ങനൊരു അരി ഉണ്ടെങ്കിൽ എളുപ്പമാണ്. നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എളുപ്പമാണ്. രാവിലെ ഇട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതാണ് ഈ ചോദ്യം ഉണ്ടാക്കുന്നതിൽ എൻ്റെ കൗതുകമായിരുന്നെന്നാണ് ഞാൻ സത്യമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അടുത്ത ചോദ്യം 5 ടീം ഇക്കുള്ളതാണ്. ചോദ്യം ഇത് കണ്ടല്ലോ, ഈ സ്കൂട്ടർ. ലോകത്തിലെ ഒരു പ്രധാന വാഹന നിർമ്മാണ കമ്പനി ടോപ്പർ എന്ന പേരിൽ ഒരു സ്കൂട്ടർ പുറത്തിറക്കി. അങ്ങനത്തെ ഒരു എഡിഷനെ അവർ ഇറക്കിയുള്ളൂ. അതിനുശേഷം ആ സ്കൂട്ടർ പിന്നീട് ഇറക്കിയിട്ടില്ല. അവർക്ക് മനസ്സിലായി അത് വിപണിയിൽ പോകുന്നില്ല, വിറ്റ് പോകുന്നില്ല, അതിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇത് ഇറക്കിയ വാഹന നിർമ്മാണ കമ്പനി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്. ആ കമ്പനി ഇറക്കിയ ഒരേ ഒരു എഡിഷൻ ടോപ്പർ എന്നു പേരുള്ള
ഈ സ്കൂട്ടർ ഇറക്കിയ കമ്പനി ഏതാണ് എന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ടീം ഇയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗൺസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ പൗൺസ് ചെയ്യാം. എളുപ്പമാണ്. ആരും പൗൺസ് ചെയ്യുന്നില്ല? ടീം ഇക്ക് ഉത്തരം പറയാം. ടെസ്ല. ടെസ്ല. ടെസ്ല അല്ല. മോറിസ് ഗാരേജസ് അല്ല. ടീമേ? ആക്റ്റീവ. ആക്റ്റീവ അല്ല. ടാറ്റ. ടാറ്റ അല്ല. ബെൻസ്. ബെൻസ് അല്ല. ടൊയോട്ട. ടൊയോട്ട അല്ല. അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടു നോക്കാം. എല്ലാ ചോദ്യവും കൊടുത്തതിന് സമയമില്ല. ഉത്തരം ഹാർലി ഡേവിഡ്സൺ എന്നായിരുന്നു. ഹാർലി ഡേവിഡ്സന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. ഇത് ശ്രദ്ധിക്കാത്ത കുട്ടികളേ ഇല്ലെന്നാണ് എൻ്റെ ധാരണ. ഹാർലി ഡേവിഡ്സൺ ഇറക്കിയ ഒരേ ഒരു എഡിഷൻ സ്കൂട്ടർ ആയിരുന്നു അത്, ടോപ്പർ എന്നു പേരുള്ള. അപ്പോൾ ഈ ചോദ്യത്തിന് മാർക്കില്ല. ഇനി അടുത്ത ചോദ്യം 6 ടീം എഫിനോടുള്ള ചോദ്യമാണ്. ഇതൊരു റിയൽ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലെ ഒരു കഥയുണ്ട്. അതായത് 1906 ഇംഗ്ലണ്ടിൽ പാഴ്സി വംശജനായ ജോർജ് എഡൽജി എന്ന അഭിഭാഷകനുമേൽ ഒരു കുറ്റം തെറ്റായി ആരോപിക്കപ്പെടുകയും അദ്ദേഹം വിചാരണ നേരിടേണ്ടി വരികയും ചെയ്തു. അപ്പോൾ വളരെ പ്രശസ്തനായ കുറ്റാന്വേഷണ തൽപരനായ ഒരു ഡോക്ടർ കണ്ടെത്തിയ തെളിവുകളിലൂടെ ജോർജ് എഡൽജി ആരോപണ വിമുക്തനായി. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ശ്രബാനി ബസു രചിച്ച ദ മിസ്റ്ററി ഓഫ് ദ പാഴ്സി ലോയർ എന്ന കൃതിയിലെ നല്ലവനായ ആ ഡോക്ടർ ആരാണ്? എന്നാണ് നിങ്ങൾക്ക് വളരെയധികം അറിയുന്ന ഒരാളാണ്. അയാളുടെ ചിത്രം അതിനകത്തുണ്ട്, ചിത്രം മറച്ചിട്ടില്ല, പേര് മാത്രമേ മറച്ചിട്ടുള്ളൂ. അതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാം. ദ മിസ്റ്ററി ഓഫ് ദ പാഴ്സി ലോയർ ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ട പുസ്തകമാണ്. ടീം എഫിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗൺസ് ചെയ്യുന്നവരുണ്ട്. ടീം ബി പൗൺസ് ചെയ്യുന്നു. പൗൺസ് ചെയ്യുന്ന മറ്റവരുണ്ടെങ്കിൽ നല്ലവനായ ആ ഡോക്ടർ നമുക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്. മറ്റാരും പൗൺസ് ചെയ്യുന്നില്ല. ബി മാത്രമേ പൗൺസ് ചെയ്യുന്നുള്ളൂ. വേഗം എഴുതിക്കോളൂ. ടീം ബി 10 മാർക്ക്. ടീം എ 10 മാർക്ക്. ടീം എഫിൻ്റെ ഡയറക്റ്റ് ചോദ്യമാണ്. ഉത്തരം പറയാം. റുഡ്യാർഡ് കിപ്ലിംഗ് അല്ല. ടീം എയും ബിയും ആണ്. ടീം സിക്ക് പറയാം. അറിയില്ല. ടീം ഡി അറിയില്ല. ടീം ഇ ആർതർ കോനൻ ഡോയിൽ. യെസ്, ശരിയായ ഉത്തരമാണ്. സർ ആർതർ കോനൻ ഡോയിലാണ്. ആർതർ കോനൻ ഡോയിലാണ് അദ്ദേഹത്തെ രക്ഷിച്ചെടുത്ത ആ നല്ലവനായ ഡോക്ടർ. രാജേഷ് ഡോക്ടർ ആലോചിച്ചാണല്ലേ ആ നല്ലവനായ ഡോക്ടർ. സാർ നന്നായി ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. അപ്പം നമുക്ക് ഈ രണ്ടാമത്തെ റൗണ്ടിലും 6 ചോദ്യങ്ങൾ തീർന്നിരിക്കുന്നു. നമുക്ക് റൗണ്ട് 3യിലേക്ക് പോവാം. റൗണ്ട് 3യിലും ഇതേപോലെയാണ്. A to F ആണ്. മറ്റ് നിയമങ്ങൾ എല്ലാം അതുപോലെ തന്നെയാണ്. റൗണ്ട് ഈ എയുടെ ഉള്ള ചോദ്യമാണ്, വീഡിയോ ചോദ്യമാണ്. നമുക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചിട്ട് വരാം. Here, people honk even when the signal is red. सवय है ना? Maybe they think that by honking, they can make the signal turn green faster. समझतच नाही. എല്ലാ സിഗ്നലുകളുടെയും അവസ്ഥ എങ്ങനെയാണ്? സിഗ്നലിൽ നിന്നാൽ ഹോൺ അടിക്കുക എന്നുള്ളത് എല്ലാവിടെയുള്ളവർക്കുള്ള ശീലമാണ്. പക്ഷേ ഇത് ബോംബെയിലുള്ള ഒരു വീഡിയോ, ബോംബെ എന്നുള്ളതാണ്. ബോംബെ ദ ഹോങ്കിങ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഹോൺ അടിച്ച് ശബ്ദ മലിനീകരണം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റിയാണ് ബോംബെ. അപ്പോൾ ബോംബെ പോലീസ് ഈ സിറ്റിയിലെ ശബ്ദ മലിനീകരണം കുറയ്ക്കാനായിട്ട് ഒരു പുതിയ വിദ്യ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വിദ്യ എന്താണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ടീം എക്കുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. മറ്റ് ടീമുകൾക്ക് പൗൺസ് ചെയ്യാം. എന്താണ് അവർ പരീക്ഷിച്ച ആ പുതിയ വിദ്യ? ശബ്ദ മലിനീകരണവും ഹോണടിയും കുറയ്ക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ എന്താണ് അവർ പ്രയോഗിച്ച ആ വിദ്യ? ആരും പൗൺസ് ചെയ്യുന്നില്ല. ടീം എക്ക് ഉത്തരം പറയാം. ഹോണിൻ്റെ ശബ്ദം കുറച്ചു. ഹോണിൻ്റെ ശബ്ദം കുറച്ചല്ല. ടീം ബി? ടീം സി? ഇല്ല. ടീം ഡി? ഇല്ല. ടീം ഇ? ടീം എഫ്? നോ ഹോൺ സോൺസ് ആക്കി പ്രഖ്യാപിച്ചു സ്ഥലങ്ങളെല്ലാം. അല്ല, അങ്ങനെ തീരെ ഹോൺ അടിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഈ ഹോൺ അടിക്കുന്നതിനെ കുറിച്ചാണ്. ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ വേഗം വണ്ടി ഫ്രണ്ടിലേക്ക് പോകും എന്നുള്ള ഒരു
കാഴ്ചപ്പാട് ഇന്ത്യക്കാർക്ക് പൊതുവേ ഉണ്ട്, അതങ്ങനെയല്ല എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു സൂത്രവിദ്യയാണ്. ഓഡിയൻസിന് പറയാം. അല്ല, ടൈമർ ഇൻക്രീസ് ചെയ്തു. മോളുടെ പേരെന്താണ്? അതിനെന്താണ് അവർ കൊണ്ടുവന്നത്? ഒരു സാധനം, ആ ടൈമർ ഒരു പ്രത്യേകമായിട്ട് ഒരു സാധനം അവിടെ സെറ്റ് ചെയ്തു. ആ ഓക്കെ, എന്നാലും ഒരു കയ്യടി കൊടുക്കണം ആ ഉത്തരം കണ്ടുപിടിച്ചതിന്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടു നോക്കാം എന്താണെന്നുള്ളത്. We, the Mumbai police, were itching to do something about this. One day, we connected decibel meters to a few signal poles around the city. If the decibel level went over 85 dB, the signal would reset and stay red for longer. Hata basa bomblen. അതാണ് അവർ കൊണ്ടുവന്ന പുതിയ സൂത്രവിദ്യ. അതായത് എത്ര ഹോൺ അടിക്കുന്നോ 85 ഡെസിബൽ മീറ്ററിൽ കൂടുതലായ നിങ്ങൾ ആ സിഗ്നലിൽ തന്നെ കിടക്കും, അവിടെ നിന്ന് പോവില്ല. അതായിരുന്നു അവർ കൊണ്ടുവന്ന പുതിയ ഇത്. അപ്പോൾ ആ മോൾക്കൊരു പ്രത്യേക കയ്യടിയുണ്ട്. അതാണ് ഡെസിബൽ മീറ്റർ. പനിഷിങ് സിഗ്നൽ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഡെസിബൽ മീറ്ററാണ് പുതുതായിട്ട് അവിടെ ഫിറ്റ് ചെയ്തത്. അപ്പോൾ ചോദ്യം 2ലേക്കാണ് പോകുന്നത്. ചോദ്യം 2 ടീം ബിക്കുള്ളതാണ്. ടീം ബി ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. ടീം ബിക്കുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത കാലത്ത് വാർത്തയിൽ ഇടം നേടിയ പ്രശസ്തയായ ഈ അഭിനേത്രിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ടീം ബിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. ടീം എഫ് പൗൺസ് ചെയ്യുന്നു, ടീം എ പൗൺസ് ചെയ്യുന്നു, ടീം ഡി പൗൺസ് ചെയ്യുന്നു. 3 ടീം മാത്രമേ പൗൺസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പൗൺസിങ് നോട്ട്. ടീം എ 10 മാർക്ക്, ടീം സി പൗൺസ് ചെയ്തു. ടീം എഫ് നെഗറ്റീവ് 10 മാർക്ക്. ടീം എഫിൻ്റെ മാർക്ക് ആൻസർ തെറ്റാണ്. ടീം ഡി 10 മാർക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിക്കുള്ളതാണ്. നിങ്ങൾക്ക് ആൻസർ പറയാം. വഹീദ റഹ്മാൻ. വഹീദ റഹ്മാൻ. എന്താണ് അവരുടെ പ്രത്യേകത? ഇത്തവണത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇത്തവണത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ വഹീദ റഹ്മാൻ്റെ ഡാൻസ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. എളുപ്പമായിരുന്നില്ലേ? ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടുമായിരുന്നു. പേര് മാറിപ്പോയതാ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം 3 ടീം സിക്കുള്ളതാണ്. ചോദ്യം വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയുന്ന അതാണ്. കേരള പോലീസിൻ്റെ ബ്ലഡ് ഡൊണേഷൻ ആപ്പിൻ്റെ പേരെന്താണ്? ടീം സിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പൗൺസ് ചെയ്യുന്നവർക്ക് പൗൺസ് ചെയ്യാം. ടീം ബി പൗൺസ് ചെയ്യുന്നു, ടീം ഇ, ടീം ഡി. കേരള പോലീസിൻ്റെ ബ്ലഡ് ഡൊണേഷൻ ആപ്പിൻ്റെ പേരെന്താണ്? പൗൺസിങ് ടൈം തീർന്നു. ടീം ബി 10 മാർക്ക്. ടീം ബി 10 മാർക്ക്. ടീം ഡി 10 മാർക്ക്. ടീം ഇ 10 മാർക്ക്. എഴുതിയില്ല. ടീം സിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഉത്തരം പറയാം. എളുപ്പമാണ്. ഏതാ പൗൺസ് ചെയ്തതിൻ്റെയോ? പൗൺസ് ചെയ്ത് ടീം ബി, പൗൺസ് ചെയ്ത് ടീം ബി, ടീം ഡി, ടീം ഇ. അവരെഴുതിയില്ല. ടീം എഫ് എഴുതിയില്ല. പറഞ്ഞോളൂ. അറിയില്ല. ടീം ഇ എഴുതി. ടീം എഫ് നിങ്ങൾക്കൊരെണ്ണം ഊഹിച്ച് പറയാം. സന്നദ്ധം അല്ല. ടീം എ രക്തദായിനി അല്ല. പോലീസുകാരുടെ ആപ്പ് ഒരു പ്രത്യേക രീതിയിലാണ് അവൻ്റെ പേരെല്ലാം വരുന്നത്. ടീം ബി പൗൺസ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം ഓഡിയൻസിൽ ആർക്കെങ്കിലും എളുപ്പമാണ്. പോൾ ബ്ലഡ് ആണ്. ജിത്തുവിനൊരു ഇതുണ്ട്, പിള്ളേരാരെങ്കിലും പറയട്ടെ ആയിരുന്നു. പോട്ടെ. പോൾ ബ്ലഡ് എന്നാണ് പോലീസ് ഇതിൻ്റെ ആപ്പ്. പൊല്ലാപ്പ് എന്നാണ് അവരുടെ ആപ്പിൻ്റെ. അതുപോലെയാണ് ബാക്കി എല്ലാ ആപ്പും വരുന്നത്. പോൾ ബ്ലഡ് എന്നാണ് അവരുടെ ബ്ലഡ് ഡൊണേഷൻ ആപ്പിൻ്റെ പേര്. അപ്പോൾ അടുത്ത ചോദ്യം 4 ടീം ഡിക്കുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ടീം ഡി നമുക്ക് ചോദ്യം കാണാം. യെസ്. ഇത് പുരാതന ഗ്രന്ഥമായ സ്ഥാപത്യവേദത്തിൽ ഈ വസ്തുവിൻ്റെ നിർമ്മാണത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വസ്തുവിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരത്തടിയിൽ
മീനെണ്ണ, ചിരട്ടക്കരി, മുട്ട എന്നിവയുടെ മിശ്രിതം ഉപയോഗിക്കുന്നു. നിർമ്മാണ സമയത്ത് നഗ്നപാതരായ പുരുഷന്മാർക്ക് മാത്രമേ ഇതിൽ തൊടാൻ അനുവാദമുള്ളൂ. എന്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്? ടീം എ പൗൺസ് ചെയ്തിരിക്കുന്നു. ടീം ഡിയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ടീം ബി പൗൺസ് ചെയ്തു. ടീം എഫ് പൗൺസ് ചെയ്തു. പൗൺസ് ചെയ്യുന്നുണ്ടോ? എഴുതിക്കോ. അപ്പോൾ പൗൺസിങ് ടൈം തീരുന്നു. ടീം എ -10, ടീം ബി 10 മാർക്ക്, ടീം എഫ് 10 മാർക്ക്, ടീം ഇ 10 മാർക്ക്. ടീം ഡിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ പറയാം. ചുണ്ടൻ വള്ളം. ടീം ഡി 10 മാർക്ക്. ചുണ്ടൻ വള്ളത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് സ്ഥാപത്യ വേദത്തിൽ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ടീം ഡി നല്ലൊരു കൈയടി അർഹിക്കുന്നു. കൈയടിക്കാട്ടോ, അവർ നല്ല നല്ല ഉത്തരങ്ങൾ പറയുന്നില്ലേ. അടുത്തത് ടീം ഇയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു വീഡിയോ ക്വസ്റ്റ്യൻ ആണ്. ഈ വരുന്ന വീഡിയോ നമുക്ക് ശ്രദ്ധിക്കാം. India, travel down to Africa, Africa, travel to America, America, link the Gadar party and try do things far away from home. Then I travel down to Germany, Italy, France and in Switzerland. 1934 I reach England. ഒരു മനുഷ്യൻ കുറേ സ്ഥലത്തൊക്കെ പോയ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒരു ക്ലൂ ഉണ്ടായിരുന്നു, നിങ്ങൾക്കുള്ള ഒരു ക്ലൂ ഉണ്ടായിരുന്നു. അതാണ് ഇനി ഒന്നുകൂടെ വെക്കണം. ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാമോ? India, travel down to Africa, Africa, travel to America, America, link the Gadar party and try do things far away from home. Then I travel down to Germany, Italy, France and in Switzerland. 1934 I reach England. അപ്പോൾ ചോദ്യം ഇതാണ്. ടീം ഇയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കാവഞ്ചേഴ്സ് എന്നൊരു ഡൽഹി ബേസ്ഡ് ബാൻഡിൻ്റെ ഫ്രാങ്ക് ബ്രസീൽ എന്ന് പറയുന്ന ഒരു അനിമേറ്റഡ് മ്യൂസിക് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇതിനകത്ത് ഒരു മനുഷ്യൻ കുറേ സ്ഥലത്ത് പോയ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരാളുടെ സ്മരണയിലാണ് ഇത് പുറത്തിറക്കിയത്. ആരുടെ സ്മരണയിൽ പുറത്തിറക്കിയ അനിമേറ്റഡ് മ്യൂസിക് വീഡിയോ ആണ് ഇത് എന്നാണ് പറയേണ്ടത്. ആരാണ്? പൗൺസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ പൗൺസ് ചെയ്യാം. ആരും പൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ ടീം ഇക്ക് ആൻസർ പറയാം. ഉദ്ധം സിംഗ്. വളരെ കറക്റ്റായ ആൻസർ. നല്ലൊരു കൈയടി കൊടുക്കുക. ഉദ്ധം സിംഗിൻ്റെ ഇതായിരുന്നു, സർദാർ ഉദ്ധം സിംഗിൻ്റെ പേരിൽ ഇറക്കിയ അനിമേറ്റഡ് മ്യൂസിക് വീഡിയോ ആയിരുന്നു അത്. ടീം ഇക്ക് 10 മാർക്ക്. അടുത്ത ചോദ്യം 6. ടീം എഫിനോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മറ്റ് ടീമുകൾക്ക് പൗൺസ് ചെയ്യാം. ചോദ്യം കാണാം. രാജ്യത്തെ ചില സുപ്രധാന സംഭവങ്ങളുടെ സ്മരണാർത്ഥം നാണയങ്ങൾ പുറത്തിറക്കാറുണ്ട്. 2023 പുറത്തിറക്കിയ ഒന്നാണിത്. അതിൻ്റെ മുൻവശത്ത് 75 രൂപ എന്നും ഭാരത്, ഇന്ത്യ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. നാണയത്തിൻ്റെ പുറകുവശത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ചിത്രം എന്താണ്? പൗൺസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ പൗൺസ് ചെയ്യാം. 2023 പുറത്തിറക്കിയതാണ്. ടീം ഡി മാത്രമേ പൗൺസ് ചെയ്യുന്നുള്ളൂ. ടീം എഫിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബിയും സിയും വേഗം എഴുതിക്കോളൂ. ടീം ബി -10 മാർക്ക്. ടീം സി 10 മാർക്ക്. ടീം ഡി 10 മാർക്ക്. ടീം എഫ് ഇന്ത്യൻ പാർലമെന്റ് പുതിയ മന്ദിരം. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരം, പാർലമെന്റ് കോംപ്ലക്സ് ആണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. നമുക്ക് ആ ഉത്തരം കാണാം. അപ്പോൾ ടീം എഫും നല്ലൊരു കയ്യടി അർഹിക്കുന്നു. അപ്പോൾ നമ്മൾ 3 റൗണ്ടുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഓഡിയോ റൗണ്ട് ആവാമെന്ന് ഓഡിയൻസിന് 2 ചോദ്യങ്ങളാവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓഡിയൻസിനുള്ള ആദ്യത്തെ ചോദ്യം. കോമള സ്വപ്നങ്ങൾ കൊടിയേറുകയായി, കോരിത്തരിപ്പിന്റെ കോലാഹലം തുടങ്ങുകയായി.
കടൽ തിരയിലും മുല്ലമലരുകൾ വിരിയുകയായി. കാവൽ മാടങ്ങളിൽ കളിവിളക്കുകൾ തെളിയുകയായി. ഓ, എത്ര മനോഹരം, എത്ര മനോഹരം. അപ്പൊ അവിടെ ഒരാൾ കൈ ഉയർത്തണ്ടേ? ഈ സംസാരം ആരുടെയാണെന്നാണ്? അല്ല, പോരട്ടെ. പത്മരാജൻ, പി പത്മരാജൻ. ഇതാണ്. എന്താണ് പേര്? മോന്റെ പേരെന്താണ്? അവനൊരു കയ്യടി, നല്ലൊരു കയ്യടി അർപ്പിക്കുന്നു. അടുത്ത ചോദ്യം ഓഡിയൻസിനുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. എല്ലാളൻ, മനുനീതി ചോഴൻ എന്നറിയപ്പെടുന്ന ചോഴ രാജവംശത്തിലെ ഒരു രാജാവിൻ്റെ ശില്പമാണിത്. ശ്രീലങ്കയിലെ അനുരാധപുരത്തിലെ രാജാവായിരുന്ന ഇദ്ദേഹം സത്യസന്ധതയ്ക്കും നിഷ്പക്ഷതയ്ക്കും പേരുകേട്ട ആളായിരുന്നു. ഒരു പശുവിന് നീതി നടപ്പാക്കി കൊടുക്കുന്നതിനായി സ്വന്തം മകനെ വധിച്ചതിനാലാണ് ഇദ്ദേഹത്തിന് മനുനീതി ചോഴൻ എന്ന പേര് ലഭിച്ചത്. ഈ ശില്പം ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിന് മുൻപിലാണുള്ളത്. ഏതാണ് ആ സ്ഥാപനം? കുട്ടികൾ ആരെങ്കിലും പറഞ്ഞാൽ നന്നായിരിക്കും. പറഞ്ഞോളൂ. തമിഴ്നാട് ഹൈക്കോർട്ട്. വളരെ ശരിയായ ഉത്തരമാണ്. മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഈ പ്രതിമയുള്ളത്. മോളുടെ പേരെന്തായിരുന്നു? സൽമാ റുഷ്ദ. നല്ലൊരു കയ്യടി അർഹിക്കുന്നു. നാലാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. അതിൽ 2 പേരുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മൂന്നാമത്തെ വ്യക്തിയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ടീം എഫിനോടാണ് ഡയറക്റ്റ് ചോദ്യം. ബാക്കിയുള്ള നമ്മൾ A to F ആണ് നേരത്തെ പോയത്. ഇപ്പം F to A ആണ് പോകുന്നത് ഈ റൗണ്ട് മുതൽ. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പൗൺസ് ചെയ്യുന്ന ടീമുകൾ ആരൊക്കെയാണെന്നെങ്കിൽ വേഗം പൗൺസ് ചെയ്യണം. നിങ്ങൾക്ക് ക്ലൂ വേണോ? അതായത് ഇതിൽ ആനി മസ്ട്രീനുണ്ട്, ദാക്ഷായണി വേലായുധനുണ്ട്. മൂന്നാമത്തെ വ്യക്തിയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ടീം സി ആണ് പൗൺസ് ചെയ്യുന്നത്. ടീം സിക്ക് 10 മാർക്ക്, ടീം ബിക്ക് 10 മാർക്ക്, ടീം എക്ക് -10 മാർക്ക്, ടീം ഡിക്ക് 10 മാർക്ക്. അമ്മു സ്വാമിനാഥൻ. ടീം, നമുക്ക് ആൻസർ നോക്കാം. ടീം എഫിന് 10 മാർക്ക്, അമ്മു സ്വാമിനാഥനാണ്. നമുക്ക് അടുത്ത ചോദ്യം. ഈ ജീവിയെന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇതിപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. ഇത് എവിടെ കാണപ്പെടുന്നു എന്ന് ക്ലൂ വേണോ? അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറയുന്നില്ല. ക്ലൂ എല്ലാവർക്കും വേണോ? വേണ്ട. ശരി, അപ്പം നിങ്ങൾ ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? സമയക്കുറവുണ്ട്. അപ്പം നിങ്ങൾ പൗൺസ് ചെയ്യണമെങ്കിൽ ഇല്ല, ആരും തന്നെ പൗൺസ് ചെയ്യുന്നില്ല. ഇത് മഡഗാസ്കർ ദ്വീപിലാണ് കാണപ്പെടുന്നത്. ഇനി ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഡയറക്റ്റ് ചോദ്യം ഇയോടാണ്. ഇല്ല, ആരെങ്കിലും പറയുന്നുണ്ടോ? ലെമൂർ. നമുക്ക് ആൻസർ നോക്കാം. ഇത് ലെമൂർ ആണ്. റിംഗ് ടൈൽ ലെമൂറാണ് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടത്. അതിന് കുറച്ച് വകഭേദങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ടീം ബിക്ക് 10 മാർക്ക്. ആരും തന്നെ ഈ റൗണ്ട് പൗൺസ് ചെയ്തിട്ടില്ല. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. നമുക്കെല്ലാം അറിയാം, തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ചെയ്തു പോന്നിരുന്ന ഒരു ചടങ്ങാണിത്. സ്വർണം കൊണ്ടൊരു പശുവിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി, നിങ്ങൾക്ക് ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പശുവിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം രാജാവ് അതിനുള്ളിൽ നിന്ന് നുഴഞ്ഞ് പുറത്തേക്കൊക്കെ വരും. അപ്പോൾ അതിനുശേഷം ഈ സ്വർണത്തിനെ സാധുക്കളായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെ പൊന്നു തമ്പുരാന്മാർ എന്നൊക്കെ വിളിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? ഡയറക്റ്റ് ചോദ്യം ടീം ഡിയോടാണ്. ബാക്കി ഏതെങ്കിലും ടീം പൗൺസ് ചെയ്യുന്നുണ്ടോ? പൗൺസ് ക്ലോസ് ചെയ്യാണ്. ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? ഇല്ല.
അപ്പോൾ ടീം ഡി ആണ് ഡയറക്റ്റായിട്ട് ആൻസർ പറയേണ്ടത്. ഹിരണ്യഗർഭം. നമുക്ക് ആൻസർ നോക്കാം. ചടങ്ങിൻ്റെ പേരാണ് ഹിരണ്യഗർഭം. അടുത്ത 4ാമത്തെ ചോദ്യമാണ്. ടീം ഡിക്ക് 10 മാർക്ക്. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ മരങ്ങളെ, അത്തി, ഇത്തി, അരയാൽ, പേരൽ, ഈ മരങ്ങളെ ചേർത്ത് പറയുന്ന ഒരു പേരുണ്ട്, ഒരൊറ്റ പേര്. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ബൗൺസ് ചെയ്യുന്നുണ്ടോ? ടീം എ ബൗൺസ് ചെയ്യുന്നു. ടീം എക്ക് 10 മാർക്ക്. ടീം ബിക്ക് 10 മാർക്ക്. ടീം ഡിക്ക് 10 മാർക്ക്. അടുത്ത ചാൻസ് ടീം സിയോടാണ്. കൽപ്പവൃക്ഷങ്ങൾ അല്ല. ഇനി പൗൺസ് ചെയ്യാത്ത ടീം ത്രീക്കാട്ടു അല്ല. ആൻസർ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇതാണ് നാൽപ്പാമരം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം നമുക്ക് കാണാം. ഈ ഓണക്കാലത്ത് നമുക്കെല്ലാം അറിയാം, പരസ്യങ്ങൾ ഇഷ്ടം പോലെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രമുഖ വസ്ത്ര വ്യാപാരശാലയുടെ പരസ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പരസ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളെ പൗൺസ് ചെയ്യുന്ന സമയം ആരംഭിച്ചിരിക്കുകയാണ്. ടീം ബിയോടാണ് ഡയറക്റ്റ് ചോദ്യം. ടീം എക്ക് 10 മാർക്ക്. ടീം എഫിന് 10 മാർക്ക്. പൗൺസ് ക്ലോസ് ചെയ്യാണ്. ഡയറക്റ്റ് ചോദ്യം ടീം ബിയോടാണ്. ബിക്ക് ആൻസർ പറയാം. ഇല്ല. പിന്നെ പൗൺസ് ചെയ്യാത്ത ടീം ഇ ആണ്. ഏറ്റവും കൂടുതൽ ആളുകളെ അഭിനയിച്ച മലയാള പരസ്യം അല്ല. ടീം ഡിക്ക് അറിയില്ല. അപ്പോൾ ടീം സി, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച പരസ്യം. നമുക്ക് ആൻസർ കണ്ടു നോക്കാം. ടീം സിക്ക് 10 മാർക്ക്. ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് AI സാങ്കേതികവിദ്യ. അതിൻ്റെ മോഡലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ മലയാള പരസ്യമാണിത്. അപ്പോൾ ഈ റൗണ്ടിൽ അടുത്തതായിട്ടൊരു വീഡിയോ ആണ്. അത് നമുക്ക് വീഡിയോ ചോദ്യം കാണാം. നിങ്ങൾ ഈ കണ്ട ഈ ഒരു ഭാഷയ്ക്ക് ക്ലൂ എന്തെങ്കിലും വേണോ? ഈ ഭാഷ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടാത്തൊരു ഭാഷയാണ്. അതാണ് ഇതിൻ്റെ ക്ലൂ. ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ടീം? ഡയറക്റ്റ് ചാൻസ് എക്കാണ്. ഇല്ല. അപ്പോൾ ഒരു ടീമും പൗൺസ് ചെയ്തിട്ടില്ല. ടീം എക്ക് പറയാം. ഹിന്ദുസ്ഥാനി അല്ല. ജസ്രി അല്ല. ഉറുദു അല്ല. ടീം ഡി സാന്താളി അല്ല. കാശ്മീരി അല്ല. ഹരിയാൻവി ഇല്ല. ഈ ചോദ്യം നമുക്ക് ഓഡിയൻസിന് കൊടുക്കാം. ആരെങ്കിലും പറയുന്നുണ്ടോ? കാണാം. നമുക്ക് ആൻസർ. ആ പേര് നല്ലൊരു കൈയടി കൊടുക്കണം. പേരെന്താണ്? അപ്പോൾ ഈ റൗണ്ടിൽ നമ്മളെ സ്കോർ റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് സ്കോർ നോക്കാം. അപ്പം 3 റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴുള്ള സ്കോറാണ് നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് പറയാം. ടീം എ 40 മാർക്ക്, ടീം ബി 60 മാർക്ക്, ടീം സി 30 മാർക്ക്, ടീം ഡി 70 മാർക്ക്, ടീം ഇ 60 മാർക്ക്, ടീം എഫ് 20 മാർക്ക്. ഇത് 3ാമത്തെ റൗണ്ടിലെ വരെ ഉള്ള മാർക്കാണ്. 4ാമത്തെ റൗണ്ടിൽ ഇത് കൂട്ടിയിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് 5ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ്.
3 റൗണ്ടിൻ്റെ മാർക്കുകളാണ് പറഞ്ഞത്. 4ാമത്തെ റൗണ്ടിലെ സ്കോർ കൂട്ടിയിട്ടില്ല. ഇനി നമ്മൾ 5ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇത് ജൂതമത ഇപ്പം നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് സംഘർഷം നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ജൂതമത ഗ്രന്ഥത്തിൻ്റെ ഒരാഴ്ച നീണ്ട പാരായണ സമയം ഇസ്രായേൽ ഉത്സവവും അവധിയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ പാരായണ ദിവസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇസ്രായേലിനെ ഹമാസ് ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിൽ നടക്കുന്ന ഈ ഉത്സവം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നിങ്ങൾക്കിപ്പോൾ പൗൺസ് ചെയ്യാം. ഡയറക്റ്റ് ചാൻസ് എഫിന് തന്നെയാണ്. പൗൺസ് ചെയ്യുന്നുണ്ട് ടീം സി. ടീം സിക്ക് -10. അതായത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പാരായണം അറിയപ്പെടുന്ന പേരാണ് ചോദിച്ചത്. വേറെ ഒരു ടീമും പൗൺസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് നമുക്ക് എഫിലേക്ക് പോവുകയാണ്. ഹനുക്ക അല്ല. യോം കിപ്പോർ അല്ല. തോറ ഫെസ്റ്റിവൽ. തോറ കുറച്ചുകൂടി വിശദമായിട്ട് തോറ ഫെസ്റ്റിവൽ അല്ല. അതിൻ്റെ യഥാർത്ഥത്തിലൊരു പേരുണ്ട്, പറയാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടി വിശദീകരിച്ച് പറയണം. തോറ ഗ്രാൻഡ് ഫെസ്റ്റിവൽ അല്ല. ഓഡിയൻസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാം. അതെ, നമുക്ക് ആൻസർ കാണാം. സിംഷത്ത് തോറ എന്നാണ്. ഇത് ജോയ് ഓഫ് തോറ എന്നാണ് ആഘോഷം. ഇത് നടക്കവെയാണ് ഇസ്രായേലിനെ ഹമാസ് ആക്രമിക്കുന്നത്. അപ്പോൾ 5ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇത് വളരെ നിസ്സാരമായിട്ടൊരു ചോദ്യമാണ്. ഗുരു, ആദാമിൻ്റെ മകൻ അബു, ജല്ലിക്കെട്ട്, അതിലേക്ക് വരുന്ന അടുത്ത സിനിമ ഏതെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അതെ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പൗൺസ് ചെയ്യുന്നത് ടീം എ 10 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ഇയുടെ ഡയറക്റ്റ് ചോദ്യമാണ്. ടീം എഫിന് 10 മാർക്ക്, ടീം ഡിക്ക് 10 മാർക്ക്, ടീം ഇയുടെ ഡയറക്റ്റ് ചോദ്യം 2018. ശരി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഈ റൗണ്ടിലെ 3ാമത്തെ ചോദ്യമാണ്. ഇതൊരു പൊളിറ്റിക്കൽ കാർട്ടൂണാണ്. നമുക്കറിയാം ഇപ്പോൾ കാനഡയും ഇന്ത്യയും തമ്മിൽ സംഘർഷം, നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകളൊക്കെ വീണ സമയമാണ്. അപ്പോൾ ഈ കടുവയെന്ന് പറയുന്നത് ഇന്ത്യയാണ്. പിന്നെ ഉള്ളത് ആൻ്റണി ആൽബനീസ് ഉണ്ട് ഓസ്ട്രേലിയയുടേത്, ഈ ഋഷി സുനക് ഉണ്ട്, ജോ ബൈഡൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റിൻ ട്രൂഡോയെ ഇന്ത്യ കണ്ടോ വസ്ത്രങ്ങളൊക്കെ കടിച്ച് കീറിയൊക്കെ നിൽക്കുകയാണ്. ലോകം ഇതിനെ കണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ അതായത് കാനഡയുടെ പരിതാപകരമായൊരു അവസ്ഥയാണ് ഇന്ത്യയുടെ സപ്പോർട്ടേഴ്സിനൊക്കെയാണ് കാണിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ കാർട്ടൂൺ വരച്ച കാർട്ടൂണിസ്റ്റ് ആരെന്നാണ് ചോദ്യം. സെപ്റ്റംബർ മാസത്തിൽ നമ്മളെ പത്രത്തിലൊക്കെ വന്നതാണ്. വളരെ അടുത്ത കാലത്തുള്ള സംഭവമാണ്. ആരും തന്നെ പൗൺസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ചാൻസ് ടീം ഡിക്കാണ്. ഡി പറയുന്നില്ല. സി, ടീം സി ആൻസർ ഉണ്ടോ? ഇല്ല. ടീം ബിക്ക് ഇല്ല. എക്ക് കാർട്ടൂണിസ്റ്റ് ലക്ഷ്മൺ അല്ല. ടീം എഫ് കാർട്ടൂണിസ്റ്റ് സുകുമാർ. ഇത് ഇന്ത്യക്കാരെ കേരളീയരൊന്നുമല്ല, വിദേശിയാണ്. കാർട്ടൂണിസ്റ്റ് ജോൺ അല്ല. നമുക്ക് ഓഡിയൻസിൽ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ചോദ്യത്തിൻ്റെ ഉത്തരം? ഇല്ല. അപ്പം നമുക്ക് ആൻസറിലേക്ക് പോകാം. ഡേവിഡ് പാർക്കിൻസ് ആണ് ഈ ചിത്രം വരച്ചത്, ഈ കാർട്ടൂൺ വരച്ചത്. അടുത്ത നമ്മുടെ 4ാമത്തെ ചോദ്യമാണ്. ഇതിലിപ്പോൾ ഉത്തരം നമ്മൾ ചോദ്യം പറയേണ്ട ആവശ്യമില്ല. ഒരു നൈറ്റ് ലൈഫ് പ്രോജക്റ്റ് നടപ്പിലാക്കിയ ഈ വീഥി എവിടെയാണെന്നാണ് ചോദ്യം. അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ പേരൊന്നും എഴുതരുത്. ഡയറക്റ്റ് ചോദ്യം ടീം സിയോടാണ്. സ്ഥലത്തിൻ്റെ പേര് എഴുതരുത്, ഈ വീഥിയുടെ പേരെഴുതണം. ടീം ഡി പൗൺസ് ചെയ്തു, അവർക്ക് 10 മാർക്കുണ്ട്. ടീം ഡി ആണ് പൗൺസ് ചെയ്തത്, അവർക്ക് 10 മാർക്കുണ്ട്. വേറെ ആരും പൗൺസിങ് ടൈം കഴിഞ്ഞിട്ട് ചെയ്യല്ലേ. ടീം എഫിന് 10 മാർക്ക്. ഡയറക്റ്റ് ചോദ്യം ടീം സിയോടാണ്. മാനവീയ വീതി കാണാം നമുക്ക്.
നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചിത്രത്തിൽ നമുക്ക് ഒരു ഇന്ത്യക്കാരി തിരിച്ചറിയാൻ പാടൊന്നുമില്ല. അവർ സാരിയൊക്കെ ഉടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ ഇന്ത്യക്കാരി എന്ന് പറയുന്നത് എൽഡേഴ്സ് എന്ന അന്താരാഷ്ട്ര NGO സംഘടനയിലെ ഇന്ത്യക്കാരിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരുടെ പേര് മാത്രം എഴുതിയാൽ മതി. ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? അവർ ഇന്ത്യയിലെ സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷനൊക്കെ അവർ രൂപീകരിച്ചതാണ്. അവർ സ്ത്രീ ശാക്തീകരണത്തിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അതാണ് എൻ്റെ ക്ലൂ. നിങ്ങൾ എഴുതിയില്ലെങ്കിൽ ടീം ഡിക്ക് 10 മാർക്ക്. ഡയറക്റ്റ് ചോദ്യം ടീം ബിയോടാണ്. വേറെ ഒരു ടീമും പൗൺസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് ബിയോട് ആൻസർ ചോദിക്കാം. അല്ല. മേനക ഗാന്ധി അല്ല. അരുന്ധതി ഭട്ടാചാര്യ അല്ല. സിന്ധു സ്ഥായി സബ്കൽ അല്ല. നമുക്ക് ടീം സി ടീം ബി പറഞ്ഞായിരുന്നു. ആൻസർ പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് ചോദ്യം ടീം ബിക്ക്. അപ്പോൾ ആരും തന്നെ പൗൺസ് ചെയ്തൊരു ടീം ശരിയാക്കിയിട്ടുണ്ട്. ആൻസർ ഇള ഭട്ടാണ്. കാണാം നമുക്ക്. ഇതിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പം നമുക്കറിയാം ഏഷ്യൻ ഗെയിംസിലൊക്കെ ഇന്ത്യ ഒരുപാട് മെഡലൊക്കെ വാങ്ങിച്ചതാണ് അശ്വാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അശ്വാഭ്യാസത്തിൻ്റെ മാനദണ്ഡങ്ങൾ പ്രധാനമാണ് കുതിരയും റൈഡറും തമ്മിലുള്ള ഇണക്കം, പൊരുത്തം, വഴക്കം എന്നിവയൊക്കെ. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ വിജയ കണ്ടുപിടിക്കുന്ന ഒരു ഇനമുണ്ട്, പന്തയ ഇനം. അതിൻ്റെ പേരാണ് നമുക്ക് വേണ്ടത്. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആ പേര് എഴുതാം. ടീം ഇ പൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് 10 മാർക്കുണ്ട്. ഡയറക്റ്റ് ചോദ്യം ടീം എയോടാണ്. വേറെ ആരും പൗൺസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ടീം എയോട് ചോദിക്കാം. പോളോ അല്ല. ടീം ഇ പൗൺസ് ചെയ്തു. ബാക്കിയുള്ള ടീം ബി, ടീം സി കുതിരപ്പന്തയം. അതാണല്ലോ പറഞ്ഞത്. കുതിരപ്പന്തയമല്ല, അശ്വാഭ്യാസത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇവരൊരു വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ കുതിരയും റൈഡറും തമ്മിലുള്ള ബന്ധമൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതിന് ഇനത്തിലേക്ക് ഇന്ത്യക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട്. എക്സ്ഷെയർ അല്ല. ടീം ഡി ഇല്ല. അപ്പം നമുക്ക് ആൻസറിലേക്ക് പോകാം. ടീം ഇ മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. ഡ്രസാഷ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ടീം ഇക്ക് നല്ലൊരു കൈ. ഇനി വരുന്നത് നമുക്ക് റൗണ്ട് 6ാമത്തെ റൗണ്ടാണ്. അത് മധുരം മലയാളം എന്നാണ്. ആ റൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. 6 ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. 6 ചോദ്യം ഇപ്പം നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. ടീം എഫിൽ തുടങ്ങി എയിൽ അവസാനിക്കുന്ന 6 ചോദ്യങ്ങൾ. ഈ 6 ചോദ്യത്തിനും 10 മാർക്ക് പ്ലസും 10 മാർക്ക് മൈനസും ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ ഒരു തീമുണ്ട് ഇതിൻ്റെ അവസാനം. ഈ തീം ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ക്ലൂകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചോദ്യത്തിന്, ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ 10 മാർക്ക്. അപ്പോൾ തന്നെ നിങ്ങൾ തീമിൻ്റെ കണ്ടെത്തി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടും. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ തീം എഴുതുന്ന സമയത്ത് നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചാൻസ് ഇല്ല. അതായത് 50 മാർക്കിനുള്ള ചാൻസ് നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇത് എല്ലാവർക്കും? മോനെ 6 റൗണ്ടുകൾ ഇതുപോലെ തന്നെ പോകും. ഈ 6 ചോദ്യത്തിലും ചോദിക്കുന്ന ഓരോ അവസാനത്തൊരു തീമിലേക്കാണ് എത്തുന്നത്. ആ തീം നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിൽ എടുത്ത് ചാടി ചെയ്താൽ നിങ്ങൾക്ക് ചാൻസ് പോവും. പക്ഷേ റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ 60 മാർക്ക് നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിനോടൊപ്പം തീമും എഴുതുകയാണെന്ന് പ്രത്യേകം പറയണം. ഒരാളും തീം പറയാൻ പാടില്ല. തീം എഴുതി കാണിക്കുക മാത്രമേ ചെയ്യുള്ളൂ. എഴുതി കാണിച്ചാലും അതിൻ്റെ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നും പറയില്ല. അത് അവസാനം മാത്രമേ പറയൂ. പക്ഷേ ആ ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ അപ്പം തന്നെ പറയും. ഇപ്പം ക്ലിയർ ആണോ എല്ലാവർക്കും? രണ്ടാമത്തെ ചോദ്യത്തിനോടൊപ്പം നിങ്ങൾക്ക് തീം എഴുതാം. മൂന്നാമത്തെ ചോദ്യത്തിനോടൊപ്പം എഴുതാം. മാർക്ക് കുറഞ്ഞു വരുമെന്നേ ഉള്ളൂ. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അത് പൗൺസ് ആണ്. അത് തീമിന് മൗൻസ് ഇല്ല. ഇപ്പം നിങ്ങളിപ്പോൾ തീം എഴുതി തെറ്റിച്ചു, മൈനസ് ഇല്ല, ചാൻസ് പോയി.
ഇതിപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന പോലെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പൗൺസ് ചെയ്ത് ആദ്യത്തെ ചോദ്യം നിങ്ങൾ പൗൺസ് ചെയ്ത് തെറ്റിച്ച 10 മാർക്ക് പോയി. അതെ അതെ, അത്രയേ ഉള്ളൂ. പിന്നെ +10, അതായത് ഇപ്പം നിങ്ങൾ പൗൺസ് ചെയ്ത് തെറ്റിച്ചാൽ -10 പോവും ആദ്യത്തെ ചോദ്യത്തിന്. മുതൽ 6 ചോദ്യങ്ങൾക്കും. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഇവർ ഏത് നൃത്തരംഗത്താണ് പ്രശസ്തയായത് എന്നാണ് ചോദ്യം. ഇവരുടെ പേര് വേണോ നിങ്ങൾക്ക്? വേണ്ടല്ലോ. ഇവർ ഏത് നൃത്തരംഗത്താണ് പ്രശസ്തയായതെന്നാണ് ചോദ്യം. അത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ ചിത്രമാണ്. അപ്പോൾ ഇത് ഏത് നൃത്തരംഗത്താണ് പ്രശസ്തയായതെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. പൗൺസ് ചെയ്യുന്നുണ്ടോ? ഡയറക്റ്റ് ചോദ്യം എഫിനോടാണ്. ടീം ഡി പൗൺസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് 10 മാർക്കാണ്. നിങ്ങൾ ടീം എഴുതുന്നില്ലല്ലോ, ശരി. അടുത്ത ഡയറക്റ്റ് ചാൻസ് എഫിനോടാണ്. ടീം എ പൗൺസ് ചെയ്യുന്നുണ്ട്. ടീം എക്ക് 10 മാർക്ക്. ടീം ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം വേറെ ആരും തന്നെ ചെയ്യുന്നില്ല. ടീം എഫിൻ്റെ നേരിട്ടുള്ള ചോദ്യമാണ്. മോഹിനിയാട്ടം. നമുക്ക് ആൻസർ കാണാം. മോഹിനിയാട്ടമായിരുന്നു ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഇതിന് ഉത്തരങ്ങൾ എഴുതിയവരുടെ മാർക്ക് ഒന്നുകൂടി പറയേണ്ടി വരുമോ? ടീം ഡി, ടീം എഫ്, ടീം എ, 3 ടീമാണ്. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബോധധാര പ്രസ്ഥാനത്തിൽ MD വാസുദേവൻ നായർ എഴുതിയ നോവൽ എന്നാണ്. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ നോവൽ പോലെ വലുതൊന്നുമല്ല. അത് ഒരു പ്രത്യേക സംഭവത്തേക്ക് ആസ്പദമാക്കി എഴുതുന്നതാണ്. അദ്ദേഹത്തിന് അവധിയാണ് ഇപ്പോൾ. നമുക്കിവിടെ നിയമസഭയുടെ ആദരവൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഈ നോവലയുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഡയറക്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ടീം ഇയോടാണ്. അപ്പോൾ ആർക്കുണ്ടെങ്കിലും പൗൺസ് ചെയ്യാം. തീം വേണമെങ്കിലും എഴുതാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് തീം വേണമെങ്കിലും എഴുതാം. ഈ ചോദ്യത്തോടൊപ്പം തീം എഴുതിയാൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടും. നിങ്ങൾ ഡയറക്റ്റാണ്, ആരും തന്നെ പൗൺസ് ചെയ്യുന്നില്ല. ശരി, അപ്പോൾ ടീം ഇയോടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്. സ്വർഗം തുറക്കുന്ന സമയം? അല്ല. ഇല്ല. ടീം സി? ആലുകെട്ട്? അല്ല. അറബിപ്പൊന്ന്? അല്ല. തിരുവിതാംകൂർ സാമ്രാജ്യം? അല്ല. MD വാസുദേവൻ നായർ. അപ്പം നമുക്ക് ചാൻസ് കിട്ടില്ല. വാരണാസി ആണോ? അല്ല അല്ല. ഇനി ആരും തന്നെ പറയാനില്ല. ഓഡിയൻസിന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സുരേഷൻ സാറാണ്. വളരെ നമുക്ക് ആൻസർ കാണാം. മഞ്ഞാണ്. അപ്പോൾ ഈ റൗണ്ടിലും ആരും തീം ചെയ്തിട്ടില്ല. അപ്പം നമുക്കിതിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇനി ഡയറക്റ്റ് ചാൻസ് ടീം ഡിക്കാണ്. ഓഡിയോ ആണ്. അതൊരു ഓഡിയോ ക്ലിപ്പാണ്. നമുക്ക് കേട്ട് നോക്കാം. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നിർജ്ജരി പോലെ, ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമൂത നിർജ്ജരി പോലെ ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ഇപ്പോൾ ഈ ജീമൂതം എന്ന ഈ ഗാനശൈലി നിങ്ങൾ കേട്ടതാണ്. P. ഭാസ്കരൻ മാഷിൻ്റേതാണ് ഈ വരികൾ. ഇതിൽ ജീമൂതം എന്ന വാക്കിന് ഒരു പർവ്വതം എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ജീമൂതത്തിന് രാമായണത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശസ്തമായ വരികളുണ്ട്. അതിലൊരർത്ഥമാണ് എനിക്ക് വേണ്ടത്. ജീമൂതം എന്ന വാക്കിന് ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം മാത്രം എഴുതുക, പർവ്വതം എഴുതരുത്. തീം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ എഴുതാൻ പറ്റും. തീം ഇപ്പം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്കാണ് നേടുന്നത്. ഇവർക്ക് ഈ തീം എഴുതാനുള്ള ചാൻസ് ടീം എഫിന് നഷ്ടമായിരിക്കുകയാണ്. ഇതിൻ്റെ പൗൺസിങ് ആരും തന്നെ പൗൺസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് എന്ന് പറയുന്നത് ടീം ഡിയോടെ.
ടീം ഡി ഡയറക്റ്റ് ആണ്, ആരും ബൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ടീം ഡിക്ക് ഉത്തരം പറയാം. അറിയില്ല. ടീം സി ആണ് അടുത്തത്. ജീവിതത്തിൻ്റെ മുമ്പിൽ. എന്തോ? ജീവിതത്തിൻ്റെ മുമ്പിൽ. അടുത്തത് ടീം ബിക്ക്. ടീം എ ലങ്ക. അല്ല. ടീം ഇ അശോകമനാണോ? അല്ല. ജീവിത പങ്കാളി. അല്ല. ഇല്ല. നമുക്ക് ആർക്കെങ്കിലും ഓഡിയൻസിന് പറയാൻ പറ്റും? അല്ല. ശാന്തകുമാർ സാർ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. സാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. മേഘം എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ കൈയെടുക്കാം. ടീം റൗണ്ട് ഇപ്പോഴും ആരും ചെയ്തിട്ടില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഈ രാശി അത് മലയാളത്തിൽ തന്നെ എഴുതണം, നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതരുത്. കാരണം ടീം റൗണ്ടാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടാനാണ്. മലയാള മാസമാണ്, ആ മലയാള മാസം തന്നെ നിങ്ങൾ എഴുതണം. അടുത്ത ഡയറക്റ്റ് ചാൻസ് ടീം സിക്കാണ്. ആരെങ്കിലും പൗൺസ് ചെയ്യുന്നുണ്ടോ? ടീം ഇക്ക് 10 മാർക്ക്. വേറെ ആരും തന്നെ പൗൺസ് ചെയ്യുന്നില്ല. ടീം സിയോടുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. തുലാം. അല്ല. കന്നി. അല്ല. അല്ല. ബാക്കി മലയാള മാസങ്ങളുണ്ടല്ലോ. മിഥുനം. നമുക്ക് ആൻസർ നോക്കാം. മിസ് ഞങ്ങൾ പറഞ്ഞത് കർക്കിടകം. ഉത്തരം കഴിഞ്ഞു. ഇനി ഞാൻ ചോദിക്കുന്നത് ഇത്രയും സമയത്തേക്ക് നമ്മൾ നമ്മുടെ ടീം റൗണ്ടിൽ ഉത്തരങ്ങൾ ആരും ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. ടീം ബിക്ക് 10 മാർക്ക്, ടീം ഡിക്കും 10 മാർക്ക്. ബാക്കി ആരും തന്നെ ചെയ്തിട്ടില്ല. ടീം ഇക്ക് 10 മാർക്ക്. 3 പേരുണ്ട്. അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സത്യം, ടീം ഇക്ക് 10 മാർക്ക്, ടീം ഡിക്ക് 10 മാർക്ക്. ബാക്കി ആരും ആൻസർ ചെയ്തിട്ടില്ല. ഡിയും ഇയുമാണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ടീം കൂടി പറയണം. ഇല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ സംരക്ഷിത സ്മാരകങ്ങൾ നിങ്ങൾ എഴുതാൻ വരട്ടെ. ഈ സംരക്ഷിത സ്മാരകങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അത് ഒരു കാരണവശാലും ഈ 2 സംഭവങ്ങൾ എഴുതരുത്. അത് വേണമെങ്കിൽ ഞാൻ പറയാം. പറയണ്ടല്ലോ. പൗൺസ് ചെയ്യാം. പക്ഷെ ഞാനതാണ് പറഞ്ഞത്, ഈ 2 സ്മാരകങ്ങൾ എന്താണെന്ന് നിങ്ങൾ എഴുതിയ മൈനസ് ആവും. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ എഴുതണം. അതെ. ടീം എഫിന് 10 മാർക്കുണ്ട്, ടീം ഇക്ക് 10 മാർക്കുണ്ട്, ടീം ഡിക്ക് 10 മാർക്കുണ്ട്. ടീം എക്ക് 10 മാർക്കുണ്ട്. ടീം ബിയുടെ നേരിട്ടുള്ള അവസരമാണ്. അല്ല. പൗൺസ് ചെയ്യാത്ത ടീം. ഉത്തരം മലബാർ കലാപം. അല്ല. നമുക്ക് ഉത്തരം കാണാം. ഇത് പിക്ചറുമായിട്ട് അതിന് ബന്ധമില്ല, മാമാങ്കമാണ്. ഇപ്പോഴും നിങ്ങളാരും ടീമിലേക്ക് എത്തിയിട്ടില്ല. ആര് പോലും ടീം ആൻസർ ചെയ്തിട്ടില്ല. ചെയ്യുന്നുണ്ടോ? ഇനി ഇതിൽ ഉള്ളത് ഒരു ചോദ്യം കൂടിയാണ് അവശേഷിക്കുന്നത്. അല്ല. ടീമിൻ്റെ ചാൻസ് ടീം ഇക്ക് പോയിട്ടുണ്ട്. മാവച്ച് തുടങ്ങി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതിപ്പോൾ പ്രശസ്തയായ കവയത്രി സുഗതകുമാരി യുടെ ഒരു കവിതയാണ്. ഞാനിത് പറയൂല, പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ആ പേര് കൂടി ചേർത്ത് പറയേണ്ടി വരും. നിങ്ങൾ വായിക്കണം. ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. വിട്ടിട്ടുള്ള ഭാഗത്ത് പൂരിപ്പിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ടീം സി പൗൺസ് ചെയ്യാണ്. ടീം എയുടെ നേരിട്ടുള്ള അവസരമാണ്. ടീം സിക്ക് 10 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം ഡി 10 മാർക്ക്,
ടീം ഇ 10 മാർക്ക്, ടീം എഫ് 10 മാർക്ക്. ടീം എയുടെ നേരിട്ടുള്ള അവസരമാണ്, അവർക്കിപ്പോൾ ഉത്തരം പറയാം. മഴ. അപ്പോൾ മഴയാണ് ആൻസർ. കണ്ട, ഇനി ഞാൻ ഒന്നുകൂടെ പറയാണ്. നമ്മൾ ഇത്രയും നേരത്തിൽ നമുക്ക് ആ ഒന്നോട്ടുള്ള ചോദ്യങ്ങൾ 6ാമത്തെ റൗണ്ടിൽ 1ാമത്തെ ചോദ്യം തൊട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, ആൻസറുകൾ മാത്രം. നിങ്ങൾ ആരും തന്നെ തീം എഴുതിയിട്ടില്ല. ഒന്നാമത്തെ ചോദ്യമാണ് മോഹിനിയാട്ടം, 2 മഞ്ഞ്, 3 മേഘമാണ് ആൻസർ, 4 മിഥുനമാണ് ആൻസർ, 5 മാമാങ്കമാണ്, 6 മഴയാണ്. ഇതിനെല്ലാം ചേർത്താണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. 10 മാർക്കിൽ നിങ്ങൾക്ക് ഒരവസരം കൂടി തരാം. ആരെങ്കിലും എഴുതുന്നുണ്ടോ? വളരെ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. ആരെങ്കിലും എഴുതുന്നുണ്ടോ? മൈനസ് ഇല്ല, ഈ 10 മാർക്കിന് മൈനസ് ഇല്ല. ടീം എന്ത് വേണോ നിങ്ങൾക്ക് എഴുതാം. ആരും എഴുതുന്നില്ല. ടീം എ എഴുതിയിട്ടുണ്ട്. ടീം എക്ക് മാർക്ക് മൈനസ് ഇല്ല, പക്ഷേ അതല്ല. അപ്പം ആരും തന്നെ ചെയ്തിട്ടില്ല. ടീം ബി അല്ല, ആരും എഴുതിയിട്ടില്ല. അപ്പം നമുക്ക് ഓഡിയൻസിൽ ആരെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് കാണാം, ഉത്തരം കാണാം. വിവേകാണ് ആൻസർ പറഞ്ഞത്. നമുക്ക് കണ്ടോ, മോഹിനിയാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ സംവിധാനം ചെയ്ത സ്ത്രീപക്ഷ സിനിമയാണ്. അദ്ദേഹത്തിനാണ് ഇപ്പം നമുക്ക് വയലാർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. മാമാങ്കമാണ് നമുക്ക് കണ്ടിട്ടുണ്ട്. മേഘം, അത് കഴിഞ്ഞ് മഞ്ഞെന്ന് പറയുന്ന MT വാസുദേവൻ സാർ എഴുതിയ നോവലിനെ 1983 സിനിമയാക്കിയിട്ടുണ്ട്. പിന്നെ മിഥുനം, മഴയെന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മഴ. അപ്പം നമ്മുടെ ക്വിസ് മത്സരങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. നമുക്കിപ്പം നടന്ന മത്സരത്തിൻ്റെ സ്കോർ പറയാം. ടീം എ 90 മാർക്ക്, ടീം ബി 110 മാർക്ക്, ടീം സി 70 മാർക്ക്, ടീം ഡി 170 മാർക്ക്, ടീം ഇ 110 മാർക്ക്, ടീം എഫ് 90 മാർക്ക്. ഇതിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ടീം ഡി ആണ്. പക്ഷേ 2ാം സ്ഥാനത്തിന് ടീം ബിയും ടീം ഇയും 110 മാർക്കുള്ളതുകൊണ്ട് ടൈ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നടന്ന മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ടീം ഡി ആണ്. അവർ 170 മാർക്ക് വാങ്ങിച്ചാണ് ജയിച്ചിരിക്കുന്നത്. ടീം ബിയും ടീം ഇയും 110 മാർക്ക് വീതം നേടി 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഒരു ചെറിയ ടൈ ബ്രേക്ക് ഉണ്ട്. 2ാം സ്ഥാനം 3ാം സ്ഥാനം ഉള്ളത് കൊണ്ട് നമുക്ക് ടൈ ബ്രേക്ക് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് ചോദ്യത്തിലേക്ക് പോകാം. ഇതിന് മൈനസ് ഇല്ല, ഈ ചോദ്യത്തിന് മൈനസ് ഇല്ല. ഉത്തരം നിങ്ങൾ എഴുതിയാൽ മതി. മറ്റ് ടീമുകൾ പങ്കെടുക്കണ്ട. ടീം ബിയും ടീം ഇയും മാത്രമാണ് ഈ മത്സരത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. വളരെ പുരാതന നരവംശത്തിൽപ്പെട്ടവരും ആൻഡമാൻ ദ്വീപുകളിലെ തദ്ദേശവാസിയരുമാണ് ഈ കുട്ടികൾ. ഇവർ വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്നുണ്ട്. ഇവരുടെ ഈ വിഭാഗത്തിൻ്റെ പേരെന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ടീം ബിയും ടീം ഇയും മാത്രം ആൻസർ ചെയ്താൽ മതി. മൈനസ് ഇല്ല. ദ്വീപല്ല, ഈ വിഭാഗത്തിൻ്റെ പേരാണ് പറയേണ്ടത്. ഓർക്കീസ് അല്ലെങ്കിൽ ഓങ്കൈ വിഭാഗമാണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് കണ്ടോ, ഉയർന്ന നിലവാരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന തൊഴിലാളികൾക്ക് പ്രോത്സാഹനമായി നൽകുന്ന പുരസ്കാരമാണ് മേഘദൂത് പുരസ്കാരം. ഇത് നൽകുന്ന സ്ഥാപനം ഏതെന്നാണ് BE എഴുതേണ്ടത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. മേഘദൂത് പുരസ്കാരം എന്നാണ് അതിൻ്റെ ക്ലൂ എന്ന് പറയുന്നത്. അവരെഴുതിയ ഉത്തരം തെറ്റാണ്. നമുക്ക് വിജയ് കിട്ടിയിട്ടുണ്ട്. ടൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ടീം ഇ ആണ് ആൻസർ ചെയ്തത്. ഈ തപാൽ വകുപ്പാണ് അതിൻ്റെ ഉത്തരം. അപ്പം നമുക്ക് ടീം ഡി 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ടീം ഇക്ക് 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്.
മൂന്നാം സ്ഥാനം ടീം ബി ആണ്. 170 മാർക്ക് വാങ്ങിച്ച് ടീം ഡി ഒന്നാം സ്ഥാനവും 120 മാർക്ക് വാങ്ങിച്ച് ടീം ഇ രണ്ടാം സ്ഥാനവും 110 മാർക്ക് വാങ്ങിച്ച് ടീം ബി മൂന്നാം സ്ഥാനവും ഈ മത്സരത്തിൽ നേടിയിട്ടുണ്ട്. ക്വിസ് അവസാനിച്ചിരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒന്നാം സ്ഥാനം നേടിയത് സാധിക DS, നിള റിജു, ഗവൺമെൻറ് HSS എളമ്പ. മുന്നോട്ട് വരും. രണ്ടാം സ്ഥാനം നേടിയത് അഭിനവ് N, അദ്വൈത രമേശ്. രണ്ടുപേരും. മൂന്നാം സ്ഥാനം നേടിയ ടീം നവദീപ് കൃഷ്ണ. രണ്ടുപേരുടെയും പേര് ഒന്ന് തന്നെയാണ്.